ഹലോ മക്കളെ, അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും ഈദ് മുബാറക്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്കറിയാം, നിങ്ങളുടെ +2 ക്ലാസ്സുകൾ തുടങ്ങി. +2നെ പറ്റി നിങ്ങൾ വളരെ സീരിയസ് ആയിട്ടുള്ള അപ്രോച്ചിലായിരിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ തന്നെ ആയിരിക്കണം. കാരണം കുറേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ +2 നടക്കാൻ പോവാണ്. പരീക്ഷകൾ ടഫായി വരും. അതിനകത്ത് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതിന് പ്രിപ്പയർഡ് ആയിരുന്നാൽ മതി. ഓക്കെ. മാത്രമല്ല +2ലെ മാർക്സ് ആണ് നിങ്ങൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ്. അത് 680 മാർക്ക് 1200 +2 വരുന്നത് കൊണ്ട് മാത്രമല്ല, മിക്ക കോളേജുകളിലും കോഴ്സിനൊക്കെ നിങ്ങളുടെ +2 മാർക്സ് മാത്രമായിട്ട് എടുക്കുന്നവരുണ്ട്. +1 മാർക്സ് ഇഗ്നോർ ചെയ്ത് +2 മാത്രമായിട്ട് എടുക്കുന്ന പല കോഴ്സും പല എൻട്രൻസ് എക്സാംസും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ +2ലെ മാർക്സ് വളരെ ക്രൂഷ്യലാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യണം. ഇനി ഇതിൽ ചെറിയൊരു പ്രശ്നം നിങ്ങൾക്ക് പലർക്കും പറ്റിയിട്ടുണ്ടാവാം. നമ്മുടെ +2 ഉയരെ ബാച്ച് വളരെ നേരത്തെ തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലോജിക്ക് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അങ്ങനെ സ്റ്റാർട്ട് ചെയ്താലേ സിലബസ് കൃത്യം ടൈമിൽ തീരുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടും പല കുട്ടികളും അത് പഠിച്ചു തുടങ്ങിയിട്ടില്ല. നിങ്ങളും ചിലപ്പോൾ അങ്ങനെ തന്നെ ഒരു കുട്ടിയായിരിക്കും. ബാച്ചിൽ ജോയിൻ ചെയ്യാത്തവർ മാത്രമല്ല, ബാച്ചിൽ ജോയിൻ ചെയ്തവർ പോലും ആദ്യത്തെ 1-2 ചാപ്റ്റർ ഭയങ്കര ഉഷാർ കാണിച്ചെങ്കിലും പിന്നീട് ആ ഒരു മൊമെന്റം നഷ്ടപ്പെട്ട് അവർക്കും നിർത്തേണ്ടി വന്നു, താൽക്കാലികമായിട്ട് നിർത്തേണ്ടി വന്നു. അപ്പം നിങ്ങൾക്ക് ഓരോ ഓപ്പർച്യൂണിറ്റി, ദിസ് ഇസ് ദി ലാസ്റ്റ് ഓപ്പർച്യൂണിറ്റി. ഇത് കഴിഞ്ഞിട്ട് വേറെ ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ബാച്ച് ഇങ്ങനെ തുടങ്ങിക്കൊണ്ടിരിക്കും. പക്ഷേ നിങ്ങൾക്കത് ശരിക്കും യൂസ്ഫുൾ ആക്കണമെങ്കിൽ, +2 വരെ ബാച്ച് ശരിക്കും നിങ്ങൾക്ക് യൂസ്ഫുൾ ആക്കണമെങ്കിൽ ദിസ് ഇസ് യുവർ ലാസ്റ്റ് ഓപ്പർച്യൂണിറ്റി. ഈ ഓപ്പർച്യൂണിറ്റിയിൽ പിടിച്ചോ. ഇതിൽ പിടിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴും നിങ്ങൾ ആ 90%ഓ A+ എന്തോ നിങ്ങൾ ടാർഗറ്റ് അതിലേക്കുള്ള ബസ് നിങ്ങൾ മിസ്സായിട്ടില്ല. ജസ്റ്റ് കുറച്ച് ലേറ്റ് ആവുന്നേ ഉള്ളൂ, ഓടി പിടിച്ചാലും കിട്ടും. അപ്പോൾ അതെങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ അതിന് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത്, ഉയരെ ബാച്ചിൽ ജോയിൻ ചെയ്തവരാണെങ്കിൽ നിങ്ങൾ ട്യൂസ്ഡേ വരുന്ന ഒരു ലൈവ് ഇവന്റ് ഉണ്ട്, ഈ വരുന്ന ട്യൂസ്ഡേ. അതിനുവേണ്ടി റെഡി ആയിരിക്കുക. കാരണം അതിലാണ് എക്സാക്ട്ലി നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്ന ടൈം ടേബിൾ എല്ലാം വെച്ചിട്ട്. ഓൾറെഡി ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് അഡ്മിഷൻ എടുക്കാം. ഉയരെ മാത്രമല്ല, നിങ്ങൾ എൻട്രൻസ് ബാച്ചിലൊക്കെ ജോയിൻ ചെയ്യാൻ പ്ലാൻ ഉള്ളവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് അഡ്മിഷൻ എടുക്കുക. താഴെ നമ്പർ ഡീറ്റെയിൽസ് കാണാമായിരിക്കും. അത് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത്. രണ്ടാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, ട്യൂസ്ഡേ ലൈവിൽ നിങ്ങൾ വരിക. അപ്പോൾ കൃത്യമായിട്ടുള്ള ടൈം ടേബിൾ പറയും. ഓക്കെ. ഇപ്പോൾ ഈ വീഡിയോയിൽ സാർ അപ്പോൾ എന്താ പറയാൻ പോകുന്നത്, ഈ വീഡിയോയിൽ എന്താണ് ഇതുവരെ സംഭവിച്ചതെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. +2 ഉയരെ ബാച്ചിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ മാത്സിൽ 2 ചാപ്റ്റർ ഓൾറെഡി തീർന്നു. ഓൾറെഡി കുട്ടികൾ പഠിച്ച് തീർന്നു. 3ാമത്തെ ചാപ്റ്റർ ജൂൺ 11 തീരും. ഓക്കെ. ഇതിൽ നിങ്ങൾ എത്ര തീർത്തിട്ടുണ്ടാവും എനിക്കറിയില്ല. മിക്ക ആൾക്കാർ എനിക്ക് തോന്നുന്നു 1 ചാപ്റ്റർ പോലും തീർത്തിട്ടുണ്ടാവില്ല. ഫിസിക്സിൽ 2 ചാപ്റ്റർ തീർന്നു. 3ാമത്തെ ചാപ്റ്റർ ഈ ജൂൺ 16 തീരും. കെമിസ്ട്രിയിലും സെയിം സ്ഥിതി, ബയോളജിയിലും സെയിം സ്ഥിതി, കമ്പ്യൂട്ടർ സയൻസിലും. ബയോളജിയിൽ ആക്ച്വലി 3 ചാപ്റ്റർ തീർന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓൾറെഡി പഠിച്ച് തീർന്നു നമ്മുടെ ബാച്ചിലെ കുട്ടികൾ. അതിൻ്റെ അഡ്വാൻറ്റേജ് എന്തായാലും അവർക്ക് ഉണ്ടാവും. നിങ്ങൾ ഇനി ചെയ്യേണ്ടത്, ഓൾറെഡി പഠിച്ച് തുടങ്ങാത്തവർ ചെയ്യേണ്ടത്, നിങ്ങൾ ഇവരായിട്ട് ക്യാച്ചപ്പ് ചെയ്യാനാണ് നമ്മൾ നോക്കേണ്ടത്. മനസ്സിലായില്ലേ? നിങ്ങൾ ബാക്കിലായി പോകാൻ പാടില്ല. കാരണം ബാക്കിലായി പോകാന്ന് പറഞ്ഞാൽ കറക്റ്റ് ടൈമിൽ നിങ്ങൾ സിലബസ് തീർക്കാൻ പറ്റില്ല, നിങ്ങൾക്ക് റിവിഷൻ ചെയ്യാൻ സമയം ഉണ്ടാവില്ല. അങ്ങനെ വലിയ കോംപ്ലിക്കേഷൻസ് ആയിരിക്കും പിന്നെ വരിക. അപ്പോൾ ഇവരായിട്ട് ക്യാച്ചപ്പ് ചെയ്യാനുള്ള മാർഗമുണ്ടോ? ഉണ്ട്. പക്ഷെ നിങ്ങൾ കുറച്ച് ഹാർഡ് വർക്ക് ചെയ്യാൻ റെഡിയാണോ, കുറച്ച് എക്സ്ട്രാ വർക്ക് ചെയ്യാൻ റെഡിയാണോ. അല്ലാണ്ട് ട്രിക്കൊന്നുമില്ല കേട്ടോ. അതിൽ തന്നെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, നിങ്ങളുടെ വർക്ക് ലോഡ് കുറച്ച് കുറഞ്ഞു തരാൻ വേണ്ടിയിട്ടുള്ള ഒരു മാർഗ്ഗം ഞാൻ പറഞ്ഞുതരാം. ട്യൂസ്ഡേ ലൈവ് ഇവന്റിൽ പറഞ്ഞുതരാം. കാരണം എല്ലാം കൂടി ഇപ്പോൾ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല, അതുകൊണ്ടാണ് പറഞ്ഞുതരാം. പക്ഷേ നിങ്ങൾ വർക്ക് ചെയ്യാൻ റെഡിയാണ്. അങ്ങനെ വർക്ക് ചെയ്യാൻ റെഡിയാണ്. ഇവരായിട്ട് ക്യാച്ചപ്പ് ചെയ്യാനുള്ള മാർഗ്ഗം ഉണ്ട്. ഇനിയും എന്ന് പറഞ്ഞാൽ ഇപ്പം മാത്രമേ ഉള്ളൂ. ഇനി അടുത്ത മാസവും അതിന് മാർഗ്ഗം ഉണ്ടാവും നിങ്ങൾ വിചാരിക്കരുത്. ഇറ്റ് ഇസ് നോട്ട് പോസിബിൾ. ഓക്കെ. അപ്പോൾ ആ ഒരു മാർഗം എന്താണ്, എങ്ങനെ ഇനി +2 ബാച്ചിൽ ജോയിൻ ചെയ്യുന്ന കുട്ടികൾക്ക് പഠിക്കാം എന്നുള്ളതിൻ്റെ കൃത്യമായിട്ടുള്ള സ്റ്റഡി പ്ലാൻ ട്യൂസ്ഡേ ഞാൻ റൻസാർ വരുന്നുണ്ട്. ആ ലൈവിൽ റിവീൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിന് മുൻപ് തന്നെ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നവരെല്ലാവരും അഡ്മിഷൻ എടുത്തു എന്നുള്ള കാര്യം ഉറപ്പ് വരുത്തുക. അങ്ങനെ അഡ്മിഷൻ എടുത്ത് റെഡി ആണെങ്കിൽ, നിങ്ങൾ പഠിക്കാൻ റെഡി ആണെങ്കിൽ, ദിസ് ഇസ് എ ന്യൂ ബിഗിനിങ്, ഒരു പുതിയ തുടക്കമായിട്ട് തന്നെ കാണാം. ഓൾറെഡി ജോയിൻ ചെയ്തിട്ട് പഠിക്കാൻ പറ്റാത്തവരും ഇതൊന്നും തീർക്കാത്തവരും ഒരു പുതിയ തുടക്കമായിട്ട് കാണാം. ഈ തുടക്കം നിങ്ങൾ പാഴാക്കരുത്. അത് മാത്രമേ ഈ പറയാനുള്ളൂ. ഓക്കെ. നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനുള്ള രീതിയിൽ എല്ലാ രീതിയിലും ഹെൽപ്പ് ചെയ്ത് തരാം. അടിപൊളി ക്ലാസ് എടുത്ത് തരാം, അടിപൊളി റിസോഴ്സ് തരാം, എല്ലാം തരാം. പക്ഷേ ആ ഇന്റൻഷൻ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വരണം ഇനിയെങ്കിലും. ഓക്കെ. അതിന് നിങ്ങൾ റെഡി ആണെങ്കിൽ ട്യൂസ്ഡേ ലൈവിൽ വരിക. നമുക്ക് കൃത്യമായിട്ടുള്ള സ്റ്റഡി പ്ലാൻ വിത്ത് ടൈം ടേബിൾ എല്ലാം റെഡിയാണ്. ആക്ച്വലി എല്ലാം കൂടെ ഇപ്പോൾ പറഞ്ഞിട്ട് വെറുതെ താക്കുന്നില്ല എന്നേ ഉള്ളൂ. ഓക്കെ. എല്ലാം റെഡിയാണ്. എങ്ങനെ നിങ്ങളെ തീർത്ത് അവിടെ ക്യാച്ചപ്പ് ചെയ്യണം എന്നുള്ള റെഡിയാണ്. അത് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ട്യൂസ്ഡേ ലൈവിൽ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരെയും ആ ഒരു ലൈവിലേക്ക് പ്രതീക്ഷിക്കുന്നു. നമുക്ക് +2 തകർക്കണം എന്ന് പറഞ്ഞാൽ ശരിക്കും തകർക്കണം. പരീക്ഷ എത്ര ടഫായി വന്നാലും എക്സാമിനറിന്റെ കുട്ടികൾ പൊളിക്കണം. ഓക്കെ. അത് നടക്കും. ഇറ്റ് ഇസ് പോസിബിൾ. വി വിൽ മീറ്റ്. റെഡി.